ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശംഖുപുഷ്പത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഉത്തമമായ ഒന്നാണ് ശംഖുപുഷ്പം. ഇതിലെ അസൈറ്റൽ കൊളീൻ എന്ന ഘടകം ബ്രെയിൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനും ഇതുവഴി ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും സഹായിക്കും. പ്രായമേറുമ്പോഴുണ്ടാകുന്ന ഓർമ്മക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇതേറെ ഉത്തമമാണ്. ആയുർവേദത്തിൽ മാനസിക രോഗങ്ങൾക്കുള്ള മരുന്നായി ശംഖുപുഷ്പം ഉപയോഗിക്കുന്നു. അപ്പോൾ ശംഖുപുഷ്പം കൊണ്ട് ഒരു ഹെർബൽ ടീ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് നല്ല ഫ്രഷായിട്ടുള്ള നീല കളറ് ശംഖുപുഷ്പം തന്നെ എടുക്കണം. ശംഖുപുഷ്പം വെള്ള കളറിലും ഉണ്ട്. കൃഷ്ണന് വളരെ പ്രധാനപ്പെട്ട ഒരു പൂവാണ് ഈ ശംഖുപുഷ്പം. അപ്പോൾ ഈ നീല കളറ് ശംഖുപുഷ്പം തന്നെ എടുക്കണം. ഇതേപോലെ ഒരു 4-5 ശംഖുപുഷ്പം നല്ല ഫ്രഷായിട്ട് പറിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് എത്രയാണോ, ഇപ്പോൾ ഒരു ഗ്ലാസ് ടീ ആണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ആവശ്യമായിട്ടുള്ള വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്ത് ഈ ശംഖുപുഷ്പം നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ഞെട്ടൊക്കെ ഒന്ന് കളയണം. അതിന് ശേഷം ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ അതിലേക്ക് ഒരു 2 ഏലക്കായ, 2 നല്ല ഏലക്കായ വലുതാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ആയാലും മതി. പിന്നെ ഒരു ഗ്രാമ്പൂ, പിന്നെ ഒരു ചെറിയൊരു പീസ് പട്ടയും കൂടി ഇട്ട് കൊടുത്താൽ നല്ലതാണ്. എന്നിട്ടത് നന്നായിട്ട് വെട്ടിത്തിളയ്ക്കണം. ഇതിൻ്റെ കളറൊക്കെ കണ്ടില്ലേ, ഇപ്പം തന്നെ ഒന്ന് നീല കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായി തിളച്ചിട്ട് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇതേപോലെ അരിച്ചെടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു ചെറുനാരങ്ങയുടെ പകുതിയാണ്. ഞാനിവിടെ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ, ഒരു ഗ്ലാസ് നിറയൊന്നും ഉണ്ടാക്കുന്നില്ല. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നോക്കിയത്. ഇതേപോലെ ഒരു ചെറുനാരങ്ങയുടെ ഒരു പകുതി എടുത്തിട്ട് അതിൻ്റെ നീരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ കളറ് നീലയാണ്. ഈ നാരങ്ങ കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ കളറ് പെട്ടെന്ന് തന്നെ മാറുന്നത് കാണാം. ഒരു റോസ് കളറായിട്ട് വന്നത് കണ്ടോ? ഭയങ്കര ഒരു ടേസ്റ്റും മണമൊക്കെയാണ് ഈ ഹെർബൽ ടീക്ക്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റാക്കിയിട്ട് പറയണം. അതിന് ശേഷം കുറച്ച് തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത് മധുരത്തിന്. കുറച്ച് എത്രയാണോ നമുക്ക് മധുരം വെച്ചാൽ അതിനനുസരിച്ച് തേനിട്ടിട്ട് ഒന്ന് നന്നാക്കിയിട്ട് ഇളക്കി കൊടുത്ത് ചൂടോടുകൂടി കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ലൊരു മണമാണ് ഇതിൻ്റെ. അപ്പോൾ നല്ല ആരോഗ്യത്തിനും നല്ലതാണ്. നമുക്കൊരു നല്ലൊരു മരുന്നുമാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ. അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നവരേക്കും ബൈ ബൈ.